ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ട് വൈസ്രോയിമാർ അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്നതാണ്. വൈസ്രോയിമാർ, ഗവർണർ ജനറൽ, ഇത് 2 പാർട്ടായിട്ടോ ഇടുന്നത്. ഫസ്റ്റ് പാർട്ട് മൊത്തം 22 പേരുണ്ട്. ചിലപ്പോൾ 3 പാർട്ടായിട്ടായി ഇടാം. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ട്. അപ്പം നമ്മുടെ വൈസ്രോയിമാരിൽ ആദ്യ ബ്രിട്ടീഷ് ഗവർണറാണ് റോബർട്ട് ക്ലീവാണ് ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നു. ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ചു. അപ്പോൾ റോബർട്ട് ക്ലീവ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നു. ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ചു. അപ്പോൾ റോബർട്ട് ക്ലീവ് ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നു. ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ചു. രണ്ടാമത്തെ വ്യക്തിയാണ് വാറൻ ഹാസ്റ്റിങ്സ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി ആരംഭിച്ചു. ഇപ്പോൾ സുപ്രീം കോടതി ആരംഭിച്ചത് ആരാണ്? വാറൻ ഹാസ്റ്റിങ്സ്. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി ആരംഭിച്ചു. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഇംപീച്ച്മെൻറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഗവർണർ ജനറൽ. ഇംപീച്ച്മെൻറ്റ് എന്താണെന്ന് അറിയാമോ? ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ കുറ്റം ചുമത്തി അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്ന പ്രക്രിയയാണ്. അതായത് ഒരു ഉദ്യോഗസ്ഥനെ കുറ്റം ചുമത്തി അതിനെ വിചാരണ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനെ കുറ്റം ചുമത്തി വിചാരണ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യ ഗവർണറാണ് വാറൻ ഹാസ്റ്റിങ്സ്. ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യ ഗവർണർ. ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിച്ചത് എഡ്മണ്ട് ബർക്കാണ്. ഇംപീച്ച്മെൻറ്റ് പ്രമേയം, അങ്ങനെ ഇംപീച്ച്മെൻ്റ് എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നത് എഡ്മണ്ട് ബർക്കാണ്. 1784 പിറ്റ്സിൻ്റെ ആക്ടും 1784 ഏഷ്യാറ്റിക് സൊസൈറ്റിയും നിലവിൽ വന്നത് വാറൻ ഹാസ്റ്റിങ്ങിൻ്റെ കാലത്താണ്. 1784 പിറ്റ്സിൻ്റെ ആക്ടും 1784 ഏഷ്യാറ്റിക് സൊസൈറ്റിയും നിലവിൽ വരുന്നത്. 1784 പിറ്റ്സിൻ്റെ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന് ഇന്ത്യൻ ഭരണത്തിൽ നേരിട്ടുള്ള നിയന്ത്രണം നൽകി. അതായത് ബ്രിട്ടീഷ് സർക്കാരിന് ഇന്ത്യൻ ഭരണത്തിൽ നേരിട്ടുള്ള നിയന്ത്രണം നൽകി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ രാഷ്ട്രീയ കാര്യങ്ങൾ വേർതിരിച്ച് ബ്രിട്ടീഷ് കിരീടവും കമ്പനിയും തമ്മിലുള്ള ഇരട്ട ഭരണ സംവിധാനം സ്ഥാപിച്ചു. ഇത് 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ കുറവുകൾ പരിഹരിക്കാനും കമ്പനിയുടെ സിവിൽ സൈനിക കാര്യങ്ങളിൽ സർക്കാരിന് മേൽനോട്ടം നൽകാനും കൽക്കട്ടയെ ഇന്ത്യയിലെ കമ്പനിയുടെ തലസ്ഥാനമാക്കാനും സഹായിച്ചു. അപ്പം 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം സർക്കാരിന് ഇന്ത്യൻ ഭരണത്തിൽ നേരിട്ടുള്ള നിയന്ത്രണം നൽകി. അത് 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ കുറവുകൾ പരിഷ്കരിക്കാനും കമ്പനിയുടെ സിവിൽ സൈനിക കാര്യങ്ങളിൽ സർക്കാരിന് മേൽനോട്ടം നൽകാനും കൽക്കട്ടയിൽ ഇന്ത്യയിലെ കമ്പനിയുടെ തലസ്ഥാനമാക്കാനും സഹായിച്ചു. ഇരട്ടഭരണം എന്തെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു ബോർഡ് ഓഫ് കൺട്രോളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാരുടെ ബോർഡും രൂപീകരിച്ചു. രാഷ്ട്രീയ കാര്യങ്ങളിൽ ബോർഡ് ഓഫ് കൺട്രോളും വാണിജ്യ കാര്യങ്ങൾ ഡയറക്ടർ ബോർഡിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അങ്ങനെ അതാണ് ഇരട്ടഭരണം. അങ്ങനെയാണ് ഇരട്ടഭരണം നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യുവൽ കൺട്രോൾ. പിന്നെ 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി നിലവിൽ വന്നത് വാറൻ ഹാസ്റ്റിങ്ങിൻ്റെ കാലത്താണ്. 1754
സൊസൈറ്റിയുടെ സ്ഥാപകൻ വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി എന്താണെന്നറിയാവോ? ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി. ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി. കിൻകിനൽ ടാക്സ് സിസ്റ്റം ഏർപ്പെടുത്തി. എന്നത് കിൻകൈനൽ ടാക്സ് സിസ്റ്റം ഏർപ്പെടുത്തി. അതായത് നികുതി കേട്ടിട്ടില്ലേ? നികുതി നമ്മുടെ നാട്ടിൽ ഇപ്പം നികുതി, അതൊക്കെ അവരുടെ കാലത്തുള്ള നികുതി ഏർപ്പെടുത്തി. ഭരണം നിർത്തലാക്കി. അപ്പോൾ വാരൻ ഹാസ്റ്റിങ്ങിൻ്റെ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി ആരംഭിച്ചു. ഇംപീച്ച്മെൻറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഗവർണർ ജനറലാണ് വാരൻ ഹാസ്റ്റിങ്. ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ കുറ്റം ചുമത്തി വിചാരണ ചെയ്യുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇംപീച്ച്മെൻ്റ് പ്രമേയം അവതരിപ്പിച്ചത് എഡ്മണ്ട് മാർക്കാണ്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്റ്റും 1784 ഏഷ്യാറ്റിക് സൊസൈറ്റിയും വാരൻ ഹാസ്റ്റിങ്ങിൻ്റെ നാളത്താണ് നിലവിൽ വന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് വില്യം ജോൺസ്. കിൻകൈനൽ ടാക്സ് സിസ്റ്റം ഏർപ്പെടുത്തി. ഭരണം നിർത്തലാക്കി. അടുത്തയാളാണ് ലോർഡ് കോൺവാലിസ്. 1786 to 1793 അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ലോർഡ് കോൺവാലിസ് 1786 to 1793. 1792 ശ്രീരംഗപട്ടണ സന്ധി ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1792 ശ്രീരംഗപട്ടണ സന്ധി ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ശ്രീരംഗപട്ടണ സന്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? ശ്രീരംഗപട്ടണ സന്ധി എന്ന് വെച്ചാൽ 1792 മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താനും മറ്റ് കക്ഷികളും ഒപ്പുവെച്ച ഒരു സുപ്രധാന ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ സന്ധി. ഇത് മൈസൂർ രാജ്യത്തിന് വലിയ ഭൂമിനഷ്ടം വരുത്തുകയും ടിപ്പുവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് 1799 ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ടണം ഉപരോധത്തിൽ ടിപ്പുവിൻ്റെ പരാജയത്തിനും മരണത്തിനും ഇത് വഴിവെച്ചു. ശ്രീരംഗപട്ടണ സന്ധിയുടെ ഡേറ്റ് എന്ന് പറയുന്നത് 1792 മാർച്ച് 18. ശ്രീരംഗപട്ടണ ഉടമ്പടിയുടെ ഡേറ്റ് 1792 മാർച്ച് 18. അടുത്തത് 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തി. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്താണെന്നറിയാവോ? പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് ലോർഡ് കോൺവാലിസ് ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് മുഗളരുടെ കാലം മുതൽ നിലവിലിരുന്ന സമീന്ദാരി വ്യവസ്ഥയ്ക്ക്, അതായത് ജമീൻ അത് കേട്ടിട്ടില്ലേ? ജമീൻ വ്യവസ്ഥയ്ക്ക് ചെയ്ത ഭേദഗതിയായിരുന്നു. പുതിയ വ്യവസ്ഥ പ്രകാരം ബീഹാർ, ബംഗാൾ, ഒറീസ പ്രദേശങ്ങളിൽ നിലവിലിരുന്ന നികുതി പിരിവ് സമ്പ്രദായത്തിൽ ചില മാറ്റങ്ങൾ വന്നു. ജന്മിമാർ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതായ നികുതി എന്നേക്കുമായി ക്ലിപ്തപ്പെടുത്തുകയും ഭൂമിയുടെ ഉടമകളായി അവരെ ഔപചാരികമായി അംഗീകരിക്കുകയും ചെയ്തു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പ്രകാരം 1793 നിശ്ചയിച്ച നികുതി നിരക്ക് ഭാവിയിൽ യാതൊരു സാഹചര്യത്തിലും പുതുക്കി നിശ്ചയിച്ചുകൂടെന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ലോർഡ് കോൺവാലിസ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, എൻ്റെ ഇംഗ്ലീഷാണ്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തി. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവാണ് ലോർഡ് കോൺവാലിസ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസിന് തുടക്കം കുറിച്ചു. പല തട്ടുകളിലായി കോടതികൾ ഏർപ്പെടുത്തി. പോലീസ് സമ്പ്രദായം ഏർപ്പെടുത്തി. അപ്പോൾ ലോർഡ് കോൺവാലിസിൻ്റെ
കാലഘട്ടം എന്ന് പറയുന്നത് 1786 ടു 1793 ഭരണകാലഘട്ടം. 1792 ശ്രീരംഗപട്ടണ സന്ധി ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് ലോർഡ് കോൺവാലിസ് ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ലോർഡ് കോൺവാലിസ് ആണ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസിന് തുടക്കം കുറിച്ചു. പല തട്ടുകളിലായി കോടതികൾ ഏർപ്പെടുത്തി, പോലീസ് സമ്പ്രദായം ഏർപ്പെടുത്തി. ഇവയെല്ലാം ചെയ്തത് ലോർഡ് കോൺവാലിസ് ആണ്. അടുത്തതാണ് റിച്ചാർഡ് വെല്ലസ്ലി. ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസി. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമാണ് 1798 ടു 1804. 1798 ടു 1804. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നു. റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നു. ബംഗാൾ ടൈഗർ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. 1798 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി. 1798 സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നു. 1798 സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നു. സൈനിക സഹായ വ്യവസ്ഥ എന്താണെന്നറിയാവോ? ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിപ്പിക്കാനായി ആവിഷ്കരിച്ച വ്യവസ്ഥയാണ് സൈനിക സഹായ വ്യവസ്ഥ. ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച വ്യവസ്ഥയാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇതിൽ ആദ്യം ഒപ്പുവെച്ച വ്യക്തി ഹൈദരാബാദിലെ നിസാമാണ്. അപ്പം സബ്സിഡറി ഏലിയൻസ്, സൈനിക സഹായ വ്യവസ്ഥയുടെ ഇംഗ്ലീഷാണ് സബ്സിഡറി ഏലിയൻസ്. സൈനിക സഹായ വ്യവസ്ഥ മൂലം ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. സൈനിക സഹായ വ്യവസ്ഥ മൂലം ആദ്യം ഒപ്പുവെച്ച നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. 1799 ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുമ്പോൾ ഉണ്ടായ ഗവർണർ ജനറലായിരുന്നു റിച്ചാർഡ് വെല്ലസ്ലി. 1799 നമ്മൾ പറഞ്ഞില്ലേ ശ്രീരംഗപട്ടണ സന്ധിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു എന്ന്. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുമ്പോൾ ഉണ്ടായ ഗവർണർ ജനറലായിരുന്നു റിച്ചാർഡ് വെല്ലസ്ലി. 1802 ശിശുഹത്യ നിരോധിച്ചതും ഇദ്ദേഹമാണ്. 1892 ശിശുഹത്യ നിരോധിച്ചതും റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അപ്പം റിച്ചാർഡ് വെല്ലസ്ലിയുടെ ഭരണകാലഘട്ടം 1798 ടു 1804. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടു. സ്വയം ബംഗാൾ ടൈഗർ എന്ന് വിശേഷിപ്പിച്ചു. 1798 സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നു. സൈനിക സഹായ വ്യവസ്ഥ മൂലം ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. 1799 ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുമ്പോൾ ഉണ്ടായ ഗവർണർ ജനറൽ 1802 ശിശുഹത്യ നിരോധിച്ചു. അടുത്തതായിരുന്നു വില്യം ബെന്റിക്കിൻ്റെ ഭരണകാലഘട്ടം 1828 ടു 1835. 1828 ടു 1835. 1829 നവംബർ 26 സതി നിർത്തലാക്കി. 1829 നവംബർ 26 സതി നിർത്തിയതാക്കി ഇദ്ദേഹത്തിൻ്റെ 1833 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെന്റിക് ആണ്. 1833 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെന്റിക് ആണ്. 1835 ഇന്ത്യയുടെ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിതമായി. 1835 ഇന്ത്യയുടെ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിതമായി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ലായ മെക്കൗലി മിനിറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ലായ മെക്കൗലി മിനിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെക്കാളെ ചെയർമാനായിട്ടുള്ള വിദ്യാഭ്യാസ കമ്മിറ്റി സമർപ്പിച്ച സുദീർഘമായ ഒരു റിപ്പോർട്ടാണ് മെക്കാളെ മിനിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെക്കാളെ മിനിറ്റ്സ് ഒരു പ്രൗഢമായ വിദ്യാഭ്യാസ രേഖയൊന്നും അല്ലെങ്കിലും ഇന്ത്യ
വിദ്യാഭ്യാസത്തിൻ്റെ നയരൂപീകരണത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് മെക്കാളെ മിനിറ്റ്സ്. ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കിയത് വില്യം ബെൻറ്റിക്കാണ്. അപ്പം വില്യം ബെൻറ്റിക്കിൻ്റെ ഭരണ കാലഘട്ടം 1828 ടു 1835. 1829 നവംബർ 26 സതി നിർത്തലാക്കി. 1833 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. 1835 ഇന്ത്യയുടെ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സ്ഥാപിതമായി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ നാഴികക്കല്ലായ മെക്കൗലി മിനിറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി. അടുത്ത ആളാണ് ഡൽഹൗസിയുടെ ഭരണകാലഘട്ടം 1848 ടു 1856. ഡൽഹൗസിയുടെ ഭരണകാലഘട്ടം 1848 ടു 1856. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാം എന്നിവ ആരംഭിച്ചു. ഇന്ത്യയിൽ റെയിൽവേ, പോലീസ് സ്റ്റേഷൻ, ടെലഗ്രാം എന്നിവ ആരംഭിച്ചത് ഡൽഹൗസിയാണ്. 1848 ദത്തവകാശ നിയമം നടപ്പിലാക്കി. ഡോക്ടർ ഓഫ് ലാപ്സസ്. ദത്തവകാശ നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ദത്തവകാശ നിയമം നമ്മുടെ നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് സ്വാഭാവികമായിട്ട് ഒരു പുത്രൻ ഇല്ലാതിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ദത്തുപുത്രനെ രാജാവായി അംഗീകരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം ഈ നിയമം മൂലം ഒരു ദത്തുപുത്രനെ രാജ്യമായി അംഗീകരിക്കാതെ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കുന്ന ഡൽഹൗസി പ്രഭുവിൻ്റെ നയമായിരുന്നു ദത്തവകാശ നിയമം എന്ന് പറയുന്നത്. ഇത് പല ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഇടയായി. അതായത് എന്താണ് ദത്തവകാശ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭരണാധികാരിക്ക് പുത്രനില്ലെങ്കിൽ അതിനെ ഒരു ദത്തുപുത്രനെ രാജാവാക്കാതെ അത് ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കുന്ന ഡൽഹൗസിയുടെ നിയമമാണ് ദത്തവകാശ നിയമം. ഡോക്ടർ ഓഫ് ലാപ്സസ്. ഈ നിയമം കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ മഹാരാഷ്ട്രയിലെ ഇതാണ്. 1848 നാട്ടുരാജ്യം ദത്തവകാശ നിയമം മൂലം നടപ്പിലാക്കി ആദ്യ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അവസാന നാട്ടുരാജ്യം മൗദാണ് 1856. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ചാൾസ് വുഡ് ഡെസ്പാച്ച് 1854 ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ചാൾസ് വുഡ് ഡെസ്പാച്ച് 1854 ഡൽഹൗസിയുടെ കാലത്താണ്. ചാൾസ് വുഡ് ഡെസ്പാച്ച് എന്താണെന്നറിയാമോ? ചാൾസ് വുഡ് ഡെസ്പാച്ച് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താനായി സർ ചാൾസ് വുഡ് കൊണ്ടുവന്ന ഒരു നിർണായക രേഖയാണ് ചാൾസ് വുഡ് ഡിസ്പാച്ച്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താനായി സർ ചാൾസ് വുഡ് കൊണ്ടുവന്ന ഒരു നിർണായക രേഖ. ഇത് പ്രാഥമിക ഹൈസ്കൂൾ തലങ്ങളിൽ പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കാനും കോളേജുകളിൽ ഇംഗ്ലീഷ് നിർബന്ധമാക്കാനും വിദ്യാഭ്യാസ വകുപ്പുകൾ സ്ഥാപിക്കാനും ശുപാർശ ചെയ്തു. ഇതിലൂടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റങ്ങളും വന്നു. അതാണ് ചാൾസ് വുഡ് ഡെസ്പാച്ച്. ചാൾസ് വുഡ് ഡെസ്പാച്ച് മെച്ചപ്പെടുത്തിയത് ആരാന്നറിയാവോ? സർ ചാൾസ് വുഡ്. അതാണ് ആ പേര്. 1856 വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കി. 1856 വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കി. സാന്താൾ കലാപം നടന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഡൽഹൗസി പട്ടണം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശാണ്. സാന്താൾ കലാപം എന്താണെന്നറിയാമോ? സാന്താൾ കലാപം നടന്നത് 1855-56 ഡൽഹൗസിയുടെ കാലത്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ബംഗാൾ ഭാഗങ്ങളിലെ സാന്താൾ ഗോത്രവർഗ്ഗക്കാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ജന്മിന്ദാന്മാരുടെയും പണമിടപാടുകാരുടെയും ചൂഷണത്തിനെതിരെ നടത്തിയ വലിയ ഒരു
ഗോത്ര കലാപമാണ് സാന്താൾ ലഹള എന്ന് പറയുന്നത്. സാന്താൾ ലഹള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1855-56 ജാർഖണ്ഡ്, ബംഗാൾ ഭാഗങ്ങളിലെ സാന്താൾ ഗോത്രവർഗക്കാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ജമീന്ദാർമാരുടെയും പണമിടപാടുകാരുടെയും ചൂഷണത്തിനെതിരെ നടത്തിയ വലിയൊരു ഗോത്ര കലാപമാണ്. സിന്ധു, കൻഹു, ചന്ദ്, ഭൈരവ് തുടങ്ങിയ സഹോദരങ്ങൾ നയിച്ച ഈ പോരാട്ടം ഭൂമി നഷ്ടപ്പെട്ടതിനും കടുത്ത സാമ്പത്തിക ചൂഷണത്തിനും എതിരെയായിരുന്നു. അമ്പും വില്ലും ഉപയോഗിച്ചാണ് ഇവർ പോരാടിയത്. അപ്പം അമ്പും വില്ലും ഉപയോഗിച്ച് പോരാടി ഇവരെ ബ്രിട്ടീഷ് സൈന്യം അടിച്ചമർത്തിയെങ്കിലും ഗോത്രവർഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി സന്താൽ പർഗാന ടെനൻസി ആക്ട് 1876 പാസാക്കാൻ കാരണമായി. സന്താൽ പർഗാന ടെനൻസി ആക്ട് 1876. അപ്പോൾ സാന്താൾ കലാപം നടന്നത് 1855-56 ജാർഖണ്ഡിലാണ് കണ്ടത്. ജാർഖണ്ഡ്, ബംഗാൾ ഭാഗങ്ങളിലെ സാന്താൾ ഗോത്രവർഗക്കാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ജമീന്ദാർമാരുടെയും പണമിടപാടുകാരുടെയും ചൂഷണത്തിനെതിരെ നടത്തിയ വലിയൊരു ഗോത്ര കലാപമാണ് സാന്താൾ കലാപം. അപ്പോൾ ഡൽഹൌസിയുടെ ഭരണകാലഘട്ടം 1848-56. ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാം എന്നിവ ആരംഭിച്ചു. 1848 ദത്തവകാശ നിയമം ഡോക്ടർ ഓഫ് ലാപ്സസ് നടപ്പിലാക്കി. ദത്തവകാശ നിയമം മൂലം കൂട്ടിച്ചേർത്തപ്പെട്ട ആദ്യ നാട്ടുരാജ്യം സത്താറ, അവസാന നാട്ടുരാജ്യം ഔധ് 1856. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ചാൾസ് വുഡ് ഡെസ്പാച്ച് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്, 1854. 1856 വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കി. സാന്താൾ കലാപം നടന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഡൽഹൌസി പട്ടണം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്. അടുത്തത് ലോർഡ് കാനിങ്. ലോർഡ് കാനിങ്ങിൻ്റെ ഭരണകാലഘട്ടം 1856-1862. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലാണ് ലോർഡ് കാനിങ്. ആദ്യ വൈസ്രോയി 1858 വൈസ്രോയി. ആദ്യ വൈസ്രോയി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1859 ദത്തവകാശ നിയമം പിൻവലിച്ചു ഇദ്ദേഹത്തിൻ്റെ കാലത്ത്. 1860 ഇന്ത്യൻ പീനൽ കോഡ്. 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട്. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, 1859 ദത്തവകാശ നിയമം പിൻവലിച്ചു, 1860 ഇന്ത്യൻ പീനൽ കോഡ് IPC ഇദ്ദേഹത്തിൻ്റെ കാലത്ത്, 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അടിമക്കച്ചവടം നിരോധിച്ചത് ഇദ്ദേഹമാണ്. അടിമക്കച്ചവടം നിരോധിച്ചു. ബംഗാളിലെ ഇൻഡിഗോ കലാപം ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. ഇൻഡിഗോ കലാപം എന്താണെന്നറിയാവോ? ഇൻഡിഗോ കലാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1859 ബംഗാളിൽ യൂറോപ്യൻ ഇൻഡിഗോ പ്ലാന്റർമാരുടെ ചൂഷണത്തിനെതിരെ കർഷകർ നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ്. ഇൻഡിഗോ കലാപം 1859 ബംഗാളിൽ യൂറോപ്യൻ ഇൻഡിഗോ പ്ലാന്റർമാരുടെ ചൂഷണത്തിനെതിരെ കർഷകർ നടത്തിയ പ്രധാനപ്പെട്ട പ്രക്ഷോഭം. ഭക്ഷ്യവിളകൾക്ക് പകരം ലാഭകരമല്ലാത്ത ഇൻഡിഗോ കൃഷി ചെയ്യാൻ നിർബന്ധിതനെതിരെയായിരുന്നു ഈ സമരം. ഇത് നാടകം, കവിത, രാഷ്ട്രീയബോധം എന്നിവയിലൂടെ വളർന്നു. ഒടുവിൽ 1860 ഇൻഡിഗോ കമ്മീഷൻ രൂപീകരിക്കാനും കർഷകർക്ക് അനുകൂലമായ വിജ്ഞാപനം വരാനും അത് കാരണം ആയി. അപ്പം എന്താണ് ഇൻഡിഗോ കലാപം? 1859 ബംഗാളിൽ യൂറോപ്യൻ ഇൻഡിഗോ പ്ലാന്റർമാരുടെ ചൂഷണത്തിനെതിരെ കർഷകർ നടത്തിയ പ്രധാനപ്പെട്ട പ്രക്ഷോഭം. അപ്പം ലോർഡ് കാനിങ് ഇന്ത്യയിലെ
അവസാന ഗവർണർ ജനറലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലാണ്. ആദ്യ വൈസ്രോയി 1858 ആദ്യ വൈസ്രോയി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1859 ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു. 1860 ഇന്ത്യൻ പീനൽ കോഡ് IPC. 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് എല്ലാം ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അടിമക്കച്ചവടം നിരോധിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ബംഗാളിലെ ഇൻഡിഗോ കലാപം നടന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. അടുത്തതായിരുന്നു ലോർഡ് മയോ. ലോർഡ് മയോ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1869 to 1872. സ്റ്റാറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചു. സ്റ്റാറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചു. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചു. കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചു. പൊതുമേഖലയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചു. പൊതുമേഖലയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് ആരംഭിച്ചു. 1871-72. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് ആരംഭിച്ചത് 1871-72 ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. കൂക്ക മൂവ്മെൻറ്റ്. കൂക്ക മൂവ്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് തുടങ്ങിയത്. കൂക്ക മൂവ്മെൻറ്റ് എന്താ, അതിൽ കുക്ക പ്രസ്ഥാനം എന്താണെന്നറിയാവോ? 1840 പഞ്ചാബുകളിൽ ആരംഭിച്ച ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 1840 പഞ്ചാബിൽ ആരംഭിച്ച ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇത്. സിഖ് മതത്തെ ശുദ്ധീകരിക്കാനും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശബ്ദമുയർത്താനും ശ്രമിച്ചു. റാം സിംഗ് കൂക്ക ആയിരുന്നു ഇതിലെ പ്രധാനി. റാം സിംഗ് കാക്കയായിരുന്നു ഇതിലെ പ്രധാനി. ഇവർ വെള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും വിപ്ലവകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, മിശ്ര വിഭാഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. മദ്യം, മാംസം എന്നിവ ഒഴിവാക്കുക, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളും നിയമങ്ങളും ബഹിഷ്കരിക്കുക, പഞ്ചാബിൽ സിഖ് ഭരണം പുനഃസ്ഥാപിക്കുക. ഇതൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 1872 ആൻഡമാൻ നിക്കോബാറിൽ വെച്ച് തടവുകാരനായിരുന്ന ഷേർ അലി ഇദ്ദേഹത്തെ വധിച്ചു. അപ്പോൾ ലോർഡ് മയോനെ വധിച്ചത് 1872 ആൻഡമാൻ നിക്കോബാറിൽ വെച്ച് തടവുകാരനായിരുന്ന ഷേർ അലി ഇദ്ദേഹത്തെ വധിച്ചു. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയിയാണ് ലോർഡ് മയോ. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയിയാണ് ലോർഡ് മയോ. മയോ കോളേജ്, അജ്മീർ, രാജസ്ഥാൻ. മയോ കോളേജ്, അജ്മീർ, രാജസ്ഥാൻ. അപ്പോൾ ലോർഡ് മയോ സ്റ്റാറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചു. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചു. പൊതുമേഖലയിൽ റെയിൽവേക്ക് തുടക്കം കുറിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് ആരംഭിച്ചു. കൂക്ക മൂവ്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1872 ആൻഡമാൻ നിക്കോബാറിൽ വെച്ച് തടവുകാരനായിരുന്ന ഷേർ അലി ഇദ്ദേഹത്തെ വധിച്ചു. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയിയാണ്. മയോ കോളേജ്, അജ്മീർ, രാജസ്ഥാൻ. ഭരിച്ച കാലഘട്ടം 1869 to 1872. അടുത്തയാളാണ് ലോർഡ് ലിറ്റൺ. ലോർഡ് ലിറ്റൺ 1876 to 1880 ഭരണകാലഘട്ടം. 1876 to 1880. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നു. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നു. ഒവൻ മേരിയിടത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. ഒവൻ മേരിയിടത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. നാട്ടുഭാഷ പത്രമാരണ നിയമം ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1878 മാർച്ച് 14 ഇത് നിലവിൽ വരുന്നത്. 1878 മാർച്ച് 14 ഇത് നിലവിൽ വരുന്നത്. ആയുധ നിയമം നടപ്പിലാക്കി. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ചു. ഇപ്പോൾ ലോർഡ് ലിറ്റൺ 1876 to 1880 ഭരണകാലഘട്ടം. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നു. ഒവൻ മേരിയിടത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. നാട്ടുഭാഷ പത്രമാരണ നിയമം 1878 മാർച്ച് 14 നാട്ടുഭാഷാ പത്രമാരണ നിയമം നടപ്പിലാക്കി. ആയുധ നിയമം നടപ്പിലാക്കി. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ചു. അടുത്തയാളാണ് ലോർഡ് റിപ്പൺ.
ലോർഡ് റിപ്പൺ 1880 ടു 1884. പോപ്പുലർ വൈസ്രോയി അല്ലെങ്കിൽ ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നു. പോപ്പുലർ വൈസ്രോയി അല്ലെങ്കിൽ ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ തദ്ദേശീയ സ്വയംഭരണത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് സെൽഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ തദ്ദേശീയ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 1881 റെഗുലർ സെൻസസ് ആക്ട് പാസ്സാക്കി. 1881 റെഗുലർ സെൻസസ് ആക്ട് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. റെഗുലർ സെൻസസ് ആക്ട് എന്നാണെന്നറിയാവോ? കൈമാറാവുന്ന പ്രമാണങ്ങളുടെ നിയമം. റെഗുലർ സെൻസസ് ആക്ട് എന്താണെന്ന് വെച്ചാൽ കൈമാറാവുന്ന പ്രമാണങ്ങളുടെ നിയമം. ഈ നിയമം താഴെ പറയുന്ന വാണിജ്യ പ്രമാണങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ഭേദഗതി ചെയ്യുകയുമാണ് ചെയ്തത്. 3 വാഗ്ദാനപത്രം, വിനിമയ ബിൽ, ചെക്ക്. വാഗ്ദാനപത്രം, വിനിമയ ബിൽ, ചെക്ക്. 1881 റെഗുലർ സെൻസസ് ആക്ട് കൈമാറാവുന്ന പ്രമാണങ്ങളുടെ നിയമമാണ്. ഇത് വാണിജ്യ പ്രമാണങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ഭേദഗതി ചെയ്യുകയാണ് ചെയ്തത്. അത് 3 വാഗ്ദാനപത്രം, വിനിമയ ബില്ല്, ചെക്ക് എന്നിവ. 1881 ഫാക്ടറി ആക്ട് പാസ്സാക്കി. ഫാക്ടറി നിയമം എന്താ, അല്ലെങ്കിൽ ഫാക്ടറി ആക്ട് എന്താണെന്നറിയാമോ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫാക്ടറികളിലെ തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാനുള്ള ആദ്യ ശ്രമം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫാക്ടറികളിലെ തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാനുള്ള ആദ്യ ശ്രമമായിരുന്നു ഫാക്ടറി ആക്ട്. ഇത് 100-ൽ കൂടുതൽ തൊഴിലാളികളുള്ള ഫാക്ടറികൾക്ക് ബാധകമായി. 7-12 വയസ്സുള്ള കുട്ടികൾക്ക് 9 മണിക്കൂർ ജോലി സമയം, യന്ത്രങ്ങൾക്ക് സുരക്ഷാ വേലികൾ, 1 മണിക്കൂർ വിശ്രമം, പ്രതിമാസം 4 ദിവസത്തെ അവധി എന്നിവ നിർബന്ധമാക്കി. ഇതിലൂടെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആദ്യമായി ശ്രമിച്ചതാണ് ഫാക്ടറി ആക്ട്. ഇതിന് പരിധിയുണ്ടായിരുന്നു. 100-ൽ കുറയാത്ത തൊഴിലാളികൾ ഉള്ളതും യാന്ത്രിക ശക്തി ഉപയോഗിക്കുന്നതുമായ ഫാക്ടറികളായിരുന്നു ആദ്യം ഇതിന് ബാധകം. പിന്നെ വെർണിക്കുലാർ പ്രസ് ആക്ട് ക്യാൻസൽ ചെയ്തു. ലോർഡ് റിപ്പൺ വെർണിക്കുലാർ പ്രസ് ആക്ട് ക്യാൻസൽ ചെയ്തു. ഇൽബർട്ട് ബിൽ വിവാദം ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ബിൽ വിവാദം ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇൽബർട്ട് ബിൽ എന്താണെന്നറിയാവോ? ഇൽബർട്ട് ബിൽ 1883 റിപ്പണിൻ്റെ കാലത്താണ് ഇത് നിലവിൽ വരുന്നത്. ഈ ബില്ല് എഴുതിയിരിക്കുന്നത് വൈസ്രോയുടെ കൗൺസിൽ ഓഫ് ലോ മെമ്പറായിരുന്ന സർ കോർട്ടിനെ പെരിഗ്രീൻ ഇൽബർട്ടാണ്. ഈ നിയമപ്രകാരം ഇന്ത്യൻ ജഡ്ജിമാർക്ക് യൂറോപ്യൻ പ്രതിയായവരെ വിചാരണ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ കോർട്ടിന് പിന്നീട് കോട്ടേനി ഇൽബർട്ട് എന്ന പേരിൽ നാമകരണം ചെയ്തായിരുന്നു. അപ്പം 1880 to 1884 ലോർഡ് റിപ്പൻ്റെ കാലഘട്ടം. പോപ്പുലർ വൈസ്രോയി അല്ലെങ്കിൽ ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ തദ്ദേശീയ സ്വയംഭരണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. 1881 റെഗുലർ സെൻസസ് ആക്ട്, 1881 തന്നെ ഫാക്ടറി ആക്ട് എന്നിവ ഇദ്ദേഹത്തിൻ്റെ പാസ്സാക്കി. വെർണിക്കുലാർ പ്രസ് ആക്ട് ക്യാൻസൽ ചെയ്തു. ഇൽബർട്ട് ബിൽ വിവാദം ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഇത് ആദ്യത്തെ 10 വൈസ്രോയിമാരുടെ ഇതാട്ടോ പാർട്ട് 1. ചിലപ്പോൾ രണ്ടാമത്തെ 2 പാർട്ടായിട്ടിടും. മൊത്തം 22 പേരാണ്. 6 ഇടാമെന്ന് വിചാരിച്ചാൽ. ഇതിപ്പോൾ 33 മിനിറ്റ് ആയില്ലേ. ഞാൻ കുറയ്ക്കണം എന്ന് വിചാരിച്ച, പക്ഷേ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത്ര ആവുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങൾക്ക് PDF ആയിട്ട് ഇടണമെന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഇനി ഇതിൻ്റെ അകത്ത് PDF ആയിട്ട് ഇടാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞു തരണേ. എനിക്കറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നോട് സഹകരിക്കണം. അപ്പം താങ്ക് യു.
ഓൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഉടനെ ഇടാം.